ഈ പെണ്ണ് കേസിനും സ്ത്രീലമ്പട കേസിനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ KPCCക്ക് ഒരു സെല്ലുണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മീഡിയ സെല്ലുണ്ട്, പിന്നെ അത് പോയിട്ട് എന്താണ് പിന്നെ പരിസ്ഥിതി കമ്മിറ്റി, ഡെവലപ്മെന്റ് കമ്മിറ്റി, ഒരുപാട് ബുദ്ധിജീവികളും സാങ്കേതിക വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒക്കെ കൂടെ. പക്ഷേ നിങ്ങൾക്കൊരു വനിതാ സെല്ലില്ലാന്ന് തോന്നുന്നു, വനിതാ കമ്മിറ്റി ഉണ്ട്, ഒരു വനിതാ സെൽ, പ്രത്യേകിച്ച് ഈ ലൈംഗിക പീഡന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു സെല്ലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമുള്ളതാണ് വന്ന് പറയുന്നത്, യാതൊരു ലഗാനും ലൈസൻസും ഇല്ലാതെയാണ് പറയുന്നത്. എം എം ഹസൻ പറയുന്ന കേട്ടു, ദിലീപ് പരമഭക്തരായിരുന്നു, കേൾക്കണം, ബഹളം വയ്ക്കരുതാരും എന്നുള്ള നിലയിലാണ് അവതരിപ്പിച്ചത്. നമ്മുടെ വി ഡി രായപ്പൻ്റെ കഥാപ്രസംഗ മോഡലിൽ ആരെ അവതരിപ്പിച്ചു? എം എം ഹസൻ ദിലീപിനെ അവതരിപ്പിച്ചു. ഉടൻ തന്നെ തെക്ക് ഇദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ വടക്കെന്ന് സതീശൻ പറഞ്ഞു, പരവൂർക്കാർ പെണ്ണുപിടിയന്മാരോ സ്ത്രീലമ്പടന്മാരോ അല്ല, ഞങ്ങൾ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ ഉടൻ ഹസൻ തിരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ സതീശൻ്റെ ആളുകൾ ഉടൻ തന്നെ തെക്ക് വടക്ക് പോയി. പിന്നെ ഉടൻ തന്നെ നമ്മുടെ ഹസൻ സാഹിബ് ഫോൺ ഓഫ് ചെയ്തു. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിച്ച് തിരുത്താൻ പറഞ്ഞു. എന്താണ് പറയേണ്ടതെന്ന് വി ഡി സതീശൻ്റെ ടീം എഴുതി കൊടുത്തു. അതുപോലെ പറഞ്ഞു, അദ്ദേഹം ഊരി. ഉടൻ തന്നെ അടുത്ത ന്യൂനപക്ഷം, ഇതെല്ലാം ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമാണ്. സതീശൻ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണല്ലോ, ഇത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആൾ, ഇത് ന്യൂനപക്ഷ സമുദായങ്ങളാണ്, പാവങ്ങളാണ്, അവരെ വിട്ടേക്കുക. അടുത്ത സണ്ണി ജോസഫ്, ഏതോ വക്കീൽ ഡ്രാഫ്റ്റ് ചെയ്ത പരാതി എടുത്ത് പുറത്തിട്ടാൽ പോരായിരുന്ന, എല്ലാം ശരിയാവൂലായിരുന്ന സണ്ണി ജോസഫ് സാറേ, അത് ചേർത്ത് ചിലപ്പോൾ അതിജീവിത ജോലിയാവും, സ്ത്രീകൾ തന്ന പരാതിയല്ലേ, അത് പിന്നെ വേറെ വെളുക്കാൻ തേച്ചത് പാണ്ടാവും, പണ്ടേ പോലെ ഫലിക്കൂല, അത് ഒക്കത്തില്ല, വെളിയിൽ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ പോലീസിൽ കൊടുത്തു, അവർ പിന്നെ അതിജീവിതം കൊണ്ട് കൊടുത്താൽ പിന്നെ ജോലിയാവും. പോലീസിൽ കൊടുത്തു. അപ്പോൾ പോലീസിൽ കൊടുത്തത് ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് സണ്ണി ജോസഫ്, ക്രാഫ്റ്റ് ചെയ്താലും ഡ്രാഫ്റ്റ് ചെയ്താലും കുഴപ്പമില്ലെന്ന് വി ഡി സതീശൻ. എന്തിനാണ്? വി ഡി സതീശൻ വക്കീലാണ്, പക്ഷെ നിയമപുസ്തകം അറിഞ്ഞൂടാ, എടുക്കാറില്ല. അതുകൊണ്ട് അദ്ദേഹം പോലും വേറെ വക്കീലിനെ വെച്ചാണ് കേസും കത്തുമൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് സണ്ണി ജോസഫ് സാറെ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് അടുത്തത് വിട്ട് വി ഡി സതീശൻ. ചുരുക്കത്തിൽ വി ഡി സതീശൻ്റെ കയ്യിലാണ് ഇപ്പോൾ കത്രികയിരിക്കുന്നത്. ആളുകൾ എല്ലാവരും ആവശ്യത്തിന് വെട്ടി ഡ്രിം ചെയ്തൊക്കെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ പരമശിവനും പാർവതിയും ഗണപതിയും മുരുകനുമായിട്ടൊരു കഥയുണ്ട്. മുരുകൻ്റെയോട് ഗണപതിയോട് ലോകം ചുറ്റിയൊക്കെ വരാൻ പറയുന്ന കഥ. അവസാനം മുരുകൻ പാവപ്പെട്ടും വാഹനത്തിൽ കയറി ചുറ്റി അടിച്ച് നല്ല ആദർശവനെ തിരിച്ചു വരുമ്പോൾ ഗണപതി പഴം അടിച്ചുകൊണ്ട് പോയ കഥയുണ്ട്. അതുപോലെ സതീശൻ ഇങ്ങനെയൊക്കെ നിന്ന് വളരെ ആവേശത്തോടു കൂടി തത്വാധിഷ്ഠിത നിലപാടൊക്കെ എടുത്ത് സ്ത്രീപക്ഷ നിലപാടൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് ഗോളടിച്ച് കയറി വരുമ്പോഴാണ് രമേശ് ചെന്നിത്തല ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചുകൊണ്ട് പോകും. അത് സാധ്യത ഇല്ലാതെ എന്താ. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് KPCCയുടെ കാര്യങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യം പറയും. എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത്? നിങ്ങൾ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുക, അല്ലെങ്കിൽ രണ്ടുപേര് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടി ആലോചിച്ച് പറയുക.